ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. GCC ടൂറിസ്റ്റ് വിസ അടുത്ത വർഷം ആരംഭിക്കുമെന്ന് റിപ്പോർട്ട്. ഏകീകൃത വിസ നിലവിൽ വരുന്നതോടെ വിനോദസഞ്ചാരികൾക്ക് 6 GCC രാജ്യങ്ങളിലും ഒരൊറ്റ പെർമിറ്റിന് കീഴിൽ യാത്ര ചെയ്യാനാകും. GCC ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ എന്നറിയപ്പെടുന്ന ഏകീകൃത വിസ 2025 അവസാന ഭാഗത്തിൽ പരീക്ഷണഘട്ടത്തിലേക്ക് കടക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ അടുത്ത വർഷത്തേക്ക് വിസ പദ്ധതി നടപ്പാക്കുന്നത് മാറ്റിവെച്ചു. 3 പ്രധാന ഘടകങ്ങളാണ് കാലതാമസത്തിന് കാരണമായത്. UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിലുടനീളമുള്ള സുരക്ഷാ ചട്ടക്കൂടുകൾ, കുടിയേറ്റ നിയന്ത്രണങ്ങൾ, ഡാറ്റ പങ്കിടൽ സംവിധാനങ്ങൾ എന്നിവയാണവ. സാങ്കേതിക സംയോജനവും ഒരു പ്രധാന വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. ഏകീകൃത വിസയ്ക്ക് ദേശീയ ഇമിഗ്രേഷൻ ഡാറ്റാബേസുകളെയും അതിർത്തി സംവിധാനങ്ങളെയും തത്സമയം ബന്ധിപ്പിക്കാനും അന്താരാഷ്ട്ര സുരക്ഷയും ഡാറ്റ പ്രൊട്ടക്ഷൻ മാനദണ്ഡങ്ങളും പാലിക്കാനും കഴിവുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആവശ്യമാണ്. ഇതിനായി GCC രാജ്യങ്ങളിലെ പാസ്പോർട്ട് വകുപ്പുകൾ സംയുക്ത സാങ്കേതിക മീറ്റിംഗുകൾ നടത്തുന്നുണ്ട്. ഏകീകൃത വിസ നടപ്പിലാക്കിയാൽ വിനോദസഞ്ചാരികൾക്ക് 6 GCC രാജ്യങ്ങളിലും ഒരൊറ്റ പെർമിറ്റിന് കീഴിൽ സഞ്ചരിക്കാൻ കഴിയും. യാത്രക്കാർക്ക് സിംഗിൾ കൺട്രി വിസയോ മൾട്ടി കൺട്രി പെർമിറ്റോ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്തിമ വ്യവസ്ഥകൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രാദേശിക യാത്രകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഏകീകൃത വിസയ്ക്കുള്ള ആവശ്യം ഉയർന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വിമാനം പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിൽ എത്തണം. യാത്രക്കാർക്ക് സുപ്രധാന മുന്നറിയിപ്പ് നൽകി ഷാർജ വിമാനത്താവള അധികൃതർ. പുതുവർഷത്തോടനുബന്ധിച്ച് ഷാർജ വിമാനത്താവളത്തിൽ വൻ തിരക്ക് അനുഭവപ്പെടുമെന്ന് അധികൃതർ. തിരക്കൊഴിവാക്കി യാത്ര സുഗമമാക്കുന്നതിനായി വിമാനം പുറപ്പെടുന്നതിന് കുറഞ്ഞത് 3 മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിലെത്തണമെന്നാണ് യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയത്. UAEയിൽ ജനുവരി 1 പൊതു അവധി പ്രഖ്യാപിച്ചതോടെയും ഷാർജയിൽ വെള്ളിയാഴ്ച വാരാന്ത്യ അവധി ആരംഭിക്കുന്നതോടെയും പ്രവാസികൾക്ക് 4 ദിവസത്തെ നീണ്ട അവധിയാണ് ലഭിക്കുന്നത്. എയർ അറേബ്യയിൽ യാത്ര ചെയ്യുന്നവർക്ക് നഗരത്തിലെ സിറ്റി ചെക്ക് ഇൻ കേന്ദ്രങ്ങൾ ഉപയോഗിക്കാം. വിമാനത്താവളത്തിലെത്തുന്നതിന് മുമ്പേ ബോർഡിംഗ് പാസ് കൈപ്പറ്റാനും ലഗേജ് ഏൽപ്പിക്കാനും ഇത് സഹായിക്കും. വിമാനത്താവളത്തിലെ സെൽഫ് ചെക്ക് ഇൻ കിയോസ്കുകൾ, സ്മാർട്ട് ഗേറ്റുകൾ, ലഗേജ് ഡ്രോപ്പ് ഓഫ് സൗകര്യങ്ങൾ എന്നിവ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയത്. തിരക്ക് നിയന്ത്രിക്കാൻ ഷാർജ വിമാനത്താവളം സജ്ജമാണെന്ന് അധികൃതർ അറിയിച്ചു. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൗദിയിൽ ബിനാമി ബിസിനസ് കേസുകളിൽ പ്രവാസികളടക്കം 60 പേരെ ശിക്ഷിച്ചതായി വാണിജ്യ മന്ത്രാലയം. പ്രവാസികൾക്ക് ആജീവനാന്ത വിലക്കും നാടുകടത്തലുമാണ് ശിക്ഷ. സൗദിയിൽ ബിനാമി ബിസിനസ്സിൽ ക്രമക്കേടുകൾ വർദ്ധിച്ചു വരുന്നതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രത്യേക കോടതികളാണ് നിയമലംഘകർക്ക് ശിക്ഷ വിധിച്ചത്. പ്രതികൾക്ക് 5000 റിയാൽ മുതൽ 2 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തി. വിദേശ നിക്ഷേപക ലൈസൻസ് നേടാതെ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തിയ 8 പ്രവാസികളെയും ബിനാമി സ്ഥാപനങ്ങൾ നടത്താൻ വിദേശികൾക്ക് കൂട്ടുനിന്ന 52 സൗദി പൗരന്മാരെയുമാണ് ശിക്ഷിച്ചത്. നിയമവിരുദ്ധ ബിസിനസ്സിലൂടെ സമ്പാദിച്ച പണവും സമ്പത്തും കണ്ടുകെട്ടാനും സ്ഥാപനങ്ങൾ അടപ്പിക്കാനും വിധിയുണ്ട്. കുറ്റക്കാരായ വിദേശികളെ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം സൗദിയിൽ നിന്ന് നാടുകടത്തും. കുറ്റക്കാരായ സ്വദേശികൾക്ക് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് 5 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.